വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യൂട്യൂബ് മലയാളി ആതിര. എന്ത് സംഭവം കാണിച്ചേ കൊല്ലത്തെ ആദ്യത്തെ സ്നോ കിട്ടി. ഞങ്ങൾക്ക് സൂക്ഷിച്ച് നടക്കണം, എപ്പോഴാ വീഴാന്ന് പറയാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാവേ. മതി കണ്ടോ, ഇത് പോയിട്ടുള്ളതാണ് കേട്ടോ. ഞാനോടാണെങ്കിൽ ഒരു ഭാഗം മാത്രം കണ്ടിരിക്കണത്. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ നടന്നതായിട്ടുണ്ട്. എന്താ പെയ്യാത്ത ഇതിങ്ങനെ കാത്തിരിക്കായിരുന്നു ഞങ്ങള്. അന്നിങ്ങനെ വേസ്റ്റ് റോഡ് ക്ലീൻ ചെയ്യുന്നത്. ആദ്യത്തെ സ്നോ ആണേ. ദർത്തിലൊക്കെ വന്നു, പക്ഷെ ഞങ്ങൾക്ക് വരാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇന്നലെ എത്തിപ്പോയി. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ നടന്ന് പോയിട്ടുണ്ട്. അത് വണ്ടികള് ഇവിടുത്തെ ആരും ടച്ച് ചെയ്യാത്ത ഭാഗം കണ്ടോ, അടിപൊളിയായിട്ട്. അടിപൊളി സ്നോ ഗൈസ്, അടിപൊളി സ്നോ. അയ്യോ, കയ്യൊന്നും നമുക്ക് എടുക്കാനേ പറ്റില്ല. നിങ്ങൾക്ക് വേണോ? കണ്ടോ മരത്തിന്റെ വെള്ളമൊക്കെ നിൽക്കണോ. എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ കുഞ്ഞു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ബസ് സ്റ്റോപ്പിൽ ഇത് ആ മരത്തുകളൊക്കെ ആയി നിൽക്കണേ. മെല്ലാനെ ഇപ്പം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഞ്ഞല്ല, ഇത് മഴയാണ് പെയ്യണം. കണ്ട മെല്ലാനെ ഇതിങ്ങനെ ഇവിടെ എന്തോ ഒരു ഈ റോഡൊക്കെ നമുക്ക് ഓൾറെഡി അറിയണ കാരണം കൊണ്ട് എവിടെയൊക്കെ സ്റ്റെപ്പ് ഉള്ളത് നമുക്ക് അറിയാം. അല്ലെങ്കിൽ നമുക്ക് വീഴാൻ നല്ല സുഖമായിരിക്കും. എൻ്റെ കൈയൊക്കെ കണ്ടോ, തണുപ്പ് കണ്ടോ. അയ്യോ, അത് ഞാൻ അവിടെ നിന്നിട്ട് വാരി എറിഞ്ഞപ്പോഴായിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പം നമുക്ക് പെയ്യുന്നത് മഴയാണ് പെയ്യണത്. ഞാൻ ഈ കയ്യിനെ വേഗം ഗ്ലൗസിൻ്റെ ഉള്ളിലാക്കട്ടെ കേട്ടാ. ഈ വഴി കൂടെ പോകണ്ട, നമുക്ക് നേരെ ഇതിൽ കൂടെ പോകുമ്പോൾ പാർക്കുണ്ട്. പാർക്കിലേക്ക് പോയപ്പോൾ നല്ല രസമായിരിക്കും. കണ്ടോ, ഈ വഴിയിൽ ആരും തന്നെ നടന്നിട്ടില്ല. എങ്ങാനും എവിടെയെങ്കിലും കെട്ടി പറഞ്ഞ് വീണാലും കുഴപ്പമില്ല. അവിടെയൊക്കെ നിറച്ച് മൈതാനങ്ങളായിരുന്നു. ഇപ്പോൾ മൊത്തം എന്തായിരിക്കും കാണിച്ചു തരാം. എനിക്ക് അവിടേക്ക് ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കണമെന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല എനിക്ക് അവിടെ വരയ്ക്ക് പോകാൻ പറ്റുമോന്ന്. കാരണം ഇപ്പോഴേ തന്നെ എൻ്റെ മുഖി നോക്കിത്തേ നല്ലപോലെ വെള്ളം വന്ന് ടയേർഡാവുന്നുണ്ട് ഗൈസ്. എന്നാലും ആദ്യത്തെ സ്നോ അല്ലേ, എടുത്ത് കളയാൻ പാടില്ല. എനിക്ക് കിട്ടുമൊന്നും അറിയില്ലല്ലോ. ഇതൊക്കെ കണ്ട രാവിലെ തന്നെ ആൾക്കാർ നടന്നിട്ടുള്ള പാടുണ്ട്. അതിൽ കൂടെ നോക്കി നടക്കുന്നതായിരിക്കും സേഫ്. അല്ലെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ തന്നാന്ന് പറയാൻ പറ്റില്ല. ഇത് പാർക്കിലേക്ക് പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ അത് വലിയ എന്താ പറയുക, വണ്ടിയൊന്നും പോണ വഴിയല്ലല്ലോ. കാരണം കൊണ്ട് ഇവിടുത്തെ ഐസ് നടന്നിട്ടുള്ള ഒരിത് വണ്ടി പോയിട്ടുള്ളതല്ല. ഇതിൽ കൂടെ നടക്കുമ്പോഴാണ് കേട്ടോ ഏറ്റവും ഡേഞ്ചർ. എന്നുവെച്ചാൽ ആ ഭാഗത്ത് സ്നോ ഉണ്ട്, നമ്മളിത് കാല് കുഴിയേ പോവുള്ളൂ. പക്ഷേ ഈ ഭാഗത്ത് ഐസായിട്ടാണ് കിടക്കുന്നത്. അടുത്ത്
ഇത്തിരി ഡേഞ്ചറാണ്. അപ്പം ഇങ്ങനെ വെച്ച് പോകാം നമുക്ക്. നമ്മൾ ഓൾമോസ്റ്റ് എത്തി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ അവിടേക്ക് പോകണം, അവിടേക്ക്. ഞാനങ്ങനെ എനിക്ക് ഇവിടെ ഒരു കുഞ്ഞ് സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചേ, നമുക്ക് ക്യാരറ്റ് എടുത്തില്ല. ക്യാരറ്റ് എടുത്തിരുന്നെങ്കിൽ മൂക്ക് കൊത്തി കൊടുക്കായിരുന്നു. ഞാൻ ഗ്ലൗവൊക്കെ ഒന്നുകൂടി കയറ്റിട്ടേട്ടാ. നിങ്ങൾ വിചാരിക്കും ഞാൻ പിന്നെ എന്തിനാ അത് ഇടയ്ക്കിടയ്ക്ക് ഊരണത്, ഇടയ്ക്കിടയ്ക്ക് ഇടണത് എന്ന്. ക്യാമറ എടുക്കുമ്പോൾ പിന്നെ ഇത് വർക്ക് ആവണില്ല. നമുക്കൊരു സ്നോമാൻ ഉണ്ടാക്കിയാലോ? വാ, എൻ്റെ ഫോൺ ഉണ്ടാക്കാല്ലേ? സെറ്റല്ലേ അത്? ഞാൻ വേറെ ഒരുത്തന്നെ ഉണ്ടാക്കിയിരുന്നേ. അതിനെ ഞാൻ പക്ഷേ വന്നില്ല. അപ്പുണിക്ക് ഇവിടേക്ക് വന്നാൽ ഇത്തിരി സീനായിരിക്കും. ആ കാരണം കൂടി ഞാൻ അപ്പുണിനെ കൊണ്ടുവരേണ്ട വന്നത്. അപ്പുണിൻ്റെ ഉണ്ടായിരുന്നു വെച്ചാൽ പൊളിച്ചേ. സ്നോമാനെല്ലാം ഇങ്ങനെ എല്ലാട്ടും ഉണ്ടാക്കുക. ഇവിടുത്തെ പിള്ളേർക്ക് ഇങ്ങനെ കാണിക്കണ കാണാം. എനിക്ക് അറിഞ്ഞൂടാ. ആദ്യം ഒരു മുണ്ടുരുട്ടി വയ്ക്കും, പിന്നെ ആ ബോളിനൊരു തല വയ്ക്കും, പിന്നെ ഒരു ക്യാരറ്റ് കുത്തും. പക്ഷേ ഞാൻ ക്യാരറ്റ് എടുത്തില്ല, എടുക്കാമായിരുന്നു. കാണിച്ചരാവേ. ഇതാണ് ഞാനുണ്ടാക്കിയ എൻ്റെ സ്നോമാൻ. ഫൈനലി എൻ്റെ സ്നോമാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്ലടാ, നിനക്ക് ഇവിടെ ഒരു ക്യാരറ്റ് കൊണ്ടുവന്നൊരു കുത്തേണ്ടതായിരുന്നു ഇവനെ. തോന്നുന്നുണ്ടോ സ്നോമാനായിട്ട്? ഓ, കളയാം. ഈ ഒപ്പൊന്നുള്ള
റെഡോനെ കമോൺ, ആരെങ്കിലും പിടിക്കാറുണ്ടോ? ഭാഗം ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ കുളം തോണ്ടിട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത ഭാഗം, അടുത്ത ഏതെങ്കിലും ഫ്രീ സ്പേസ് ഉണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ ചെറുപ്പയാക്കാൻ ആ നായ്ക്കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കായിരുന്നു. എനിക്ക് ക്യാമറ ബ്ലർ ആവുന്നുണ്ടോ എന്നൊരു സംശയം. ഇവിടെ ഒരു സ്നോ ആണെന്ന് വെച്ചാലും എന്താണെന്ന് വെച്ചാലും ഈ നായക്കളെ കൊണ്ടിട്ട് ഇങ്ങനെ വോക്കിന് പോകും. അങ്ങനെ വോക്കിന് പോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലർ ആ ഡോഗ് ഷീറ്റ് എടുത്ത് അപ്പം തന്നെ ക്ലീൻ ആക്കിയിട്ട് അവരത് ബാഗിലിട്ടിട്ട് ആ ഡസ്റ്റ്ബിന്നിലിടും. പക്ഷെ ചിലർ അതങ്ങനെ തന്നെ ഇട്ടിച്ച് പോകും. അപ്പോൾ അതും കൂടി നോക്കണം. ഡോഗിനറിയില്ലല്ലോ ഇത് സ്നോ ആണ്, അതിലിടാൻ പാടില്ല, ആൾക്ക് എവിടെ തോന്നണമെന്ന് വെച്ചാൽ ആളത് അവിടെ ഇടും. പക്ഷെ ചിലവരാണെച്ചാൽ അതെടുത്ത് ക്ലീൻ ആക്കും, അപ്പം തന്നെ പാക്കറ്റിലാക്കി കൊണ്ടുപോകും, മീൻസ് ഡസ്റ്റ്ബിന്നിലിടും. പക്ഷേ ആ പോയ ചാച്ചൻ അത് ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ അവിടെ ഉണ്ട്, കുഴപ്പമില്ല, നമ്മളത് നോക്കിയിട്ട് നടന്നാൽ മതി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ GP ആണത്. ഞങ്ങൾ ഇതിന് ഹോസ്പിറ്റലിലേക്കൊക്കെ വരുന്നത് വെച്ചാൽ വരുന്നത് അതാണ്. ഈ വഴി കൂടി അല്ലേ വരാറ്, അപ്പുറത്ത് കൂടിയാണ് വരാറ്. പക്ഷെ ഇന്ന് ഞാൻ ഇതിൽ കൂടെ വന്നപ്പോൾ കണ്ടു. ഇന്ന് ഞാൻ ഒന്നുകൂടി ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായി യൂട്യൂബിലൊരു വീഡിയോ എന്തെങ്കിലും ഇട്ടിട്ട്, വേറെ ഒന്നല്ല, തണുപ്പൊക്കെ പറഞ്ഞാൽ പുറത്തൊന്നും പോലില്ല. പിന്നെ ഒരു വീഡിയോ ഇടാൻ നോക്കിയപ്പോൾ അത് എനിക്ക് ബാനായി, അത് അപ്ലോഡ് ആയില്ല. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസൊന്നും ഇട്ട് തുടങ്ങിയില്ല. പക്ഷെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇടും, നിങ്ങൾക്ക് ഞാനിത്. ഇതിൻ്റെ റൂഫൊക്കെ നോക്കിയേ, ഒരു ഇതില്ലാണ്ട് നിൽക്കണു. എന്താ ഈ മരത്തുമ്മല് ഒരലിയില്ല കേട്ടാ. വിൻ്റർ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ മരങ്ങളും മല പൊളിച്ച് വെയിറ്റിംഗ് ആയിരുന്നു. ചെറുതായിട്ട് കണ്ട മഴയും പെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. എൻ്റെ ജാക്കറ്റൊക്കെ പറയുന്നത് അങ്ങനെയാണ്, സ്നോ അല്ല മഴയാണ് ഇത് പെയ്യണത്. ഒരാൾ സൈക്കിളുമ്മ വരുന്നുണ്ട് കേട്ടോ. സൈക്കിളുമ്മ വന്നിട്ട് ഇയാൾ വീഴണില്ല. അപ്പോൾ സൈക്കിളൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. നമ്മളിത് പാർക്കിലേക്ക് എത്തിയിട്ടാ. പാർക്കിലേക്ക് എത്തുമ്പോൾ പിള്ളേരുതേ അവിടെ കളിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അറ്റത്തെ സൈക്കിൾ പോകണത്. എനിക്ക് നേരെ പിന്നെ ബാൻഡേഡ് മേടിക്കും വേണം. ആ പോണ ആൾക്കാർ കണ്ടോ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോകുന്നുണ്ട് അവിടെ. അവർ പറഞ്ഞത് ഇത് ചിലപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേന് ഇതൊക്കെ വാഷ് ഔട്ട് ആവുമെന്നാണ് പറഞ്ഞത്. അയ്യോ വാഷ് ഔട്ട് ആവണ്ട. അവിടെ പിള്ളേരിങ്ങനെ കളിക്കണത് അതൊരു മൈതാനാണ്. മൈതാനല്ല ഇങ്ങനെ പച്ചപ്പ് പിടിച്ച് അവിടെ മാത്രം കണ്ട ഒരു ചെടി നിൽക്കണത്, ഒരു മരം. എൻ്റെ മൂതൊക്കെയും പോയി തുടങ്ങി. ആ മരത്തുമ്മലുണ്ട് ഇല, പിന്നുള്ളടത്തൊന്നും വിലയില്ല. ഇത് ഈ ഒരു മഞ്ഞ അത് മാത്രം തന്നെ ഇലകൾ, പിന്നെ ഒറ്റയിടത്ത് പോലും ഇല്ല ഇല, ഒക്കെ കൊഴിഞ്ഞിട്ടാണ് നിൽക്കണത്. കണ്ടോ ഈ ബുഷ് പോലൊക്കെ മുകളിൽ മഞ്ഞായിട്ട് നിൽക്കണത് കണ്ടോ. ക്ലിയർ വ്യൂ ഇങ്ങനെ ഇടും. പിള്ളേരൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. അപ്പുറത്തെ ഭാഗം ഇവിടുത്തെ മരങ്ങൾ കണ്ടാലറിയാം, ഒറ്റ മരത്തുമ്മല ഇല്ലാണ്ട് നിൽക്കണണ്ട. ഒരു തണുക്കില്ലേ ഈ മഞ്ഞ് പെയ്യുമ്പോഴല്ലേ. പിന്നെ എനിക്ക് ഓൾമോസ്റ്റ് പറ്റാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ എനിക്ക് വയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടിയും പോട്ടെ, എനിക്ക് അപ്പുറത്തേക്കും കൂടിയും പോണ കാരണം കൊണ്ട് ഇനി വേഗം പോട്ടെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?
ഇവിടെയൊക്കെ പിള്ളേരുടെ ഗ്രൗണ്ടാണ് ആയിരുന്നത് മൊത്തം. ഈ വഴി വന്നത് പ്രശ്നമായി എന്ന് തോന്നുന്നു. കണ്ട, ഇത് ഇത്തിരി ഡേഞ്ചറസ് വഴിയാണ്. വെള്ളം ആയിട്ട് ഇങ്ങനെ ലൂസായിട്ട് മഞ്ഞൊക്കെ ഇത് ലൂസായി കാരണം കൊണ്ട് നമ്മൾ വീഴാൻ നല്ല ചാൻസ് ഉള്ള വഴിയാണ്. അതെ, എനിക്ക് വഴി തെറ്റിയോ എന്നൊരു സംശയം. എന്തായാലും ഇതിൽ കൂടെ നടപ്പാതെ കാണാനുണ്ട്. ഇങ്ങനെ പോയി നോക്കി നോക്കാം. എന്തായാലും എത്താണ്ടിരിക്കില്ല എവിടെയെങ്കിലും ഒക്കെ ഒന്ന്. കേട്ടോ, ബായ് ബായ്. ഇതൊന്നും ഭംഗിയാ കാണാൻ. ഈ അല്ലാതെ മാത്രം കണ്ടോ, ഫുൾ സ്നോ ആണ്. ബാക്കിയുള്ളടത്തൊക്കെ ഫുൾ സ്നോ, വേറെ ഒന്നുമില്ല അടിയിൽ. ഇതൊക്കെ ആൾക്കാർ നടന്നു പോയിട്ടുള്ളതാണ്. പക്ഷേ ഈ മരത്തിൻ്റെ കണ്ടാൽ ഈ ഇലകൾ ഇപ്പോൾ കൊഴിഞ്ഞിട്ട് കിടക്കണം. അതിൽ എത്രത്തോളം ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല. പക്ഷേ കൊള്ളാം. ആല ഇതെന്താണ് ആ മരം നിറഞ്ഞൂടാ? ആകുമ്പോൾ നിറച്ച് ഇലയുണ്ട്. കണ്ടോ, ക്രിസ്മസ് ട്രീ ആണത്, ക്രിസ്മസ് ട്രീ. പിന്നെ ഇതേ ഇങ്ങോരൊക്കെ ഇല കൊഴിക്കുകയാണ്. അത് കാരണം കൊണ്ട് മഞ്ഞത്തെ എല്ലാ ഇലകളും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് ക്രിസ്മസ് ട്രീ ആണെന്ന് തോന്നണേ. കണ്ട, ഫുൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണത് മൂപ്പരാള്. പിന്നെ ഇതുപോലെ എന്തോ ഇങ്ങനെ ചുവന്ന മണികളുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കയറി റോഡായി. ഫൈനലി അയ്യോ വയ്യാണ്ടായി. നടക്കുമ്പോഴും പ്രശ്നമാണ്. അയ്യോ അങ്ങനെ എന്തെങ്കിലും മെല്ലാനതേ അല്ല, ഇനി മെല്ലാൻ നടക്കട്ടെ കേട്ടാ. ഇനി വീണാൽ ഇത്തിരി സീനാണ്. ഇവിടെ റോഡാണ് ഇപ്പുറത്ത്. കണ്ട, റോട്ടിൽ കൂടെ ഇതൊക്കെ ചെളിയും ഇതൊക്കെ തെറിച്ചിട്ടുള്ളതാണ്. റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കട്ടെ. വല്ല വണ്ടികൾ വരുമ്പോൾ മാറി നടക്കാം. കാരണം മതിയായി എനിക്ക്. ആ സ്നോ കൂടെ നടന്നെത്തിക്കും മതിയായി. പള്ളി തീട്ട പള്ളി. ഇന്ന് രാവിലെ വീണ്ടും ഇവിടെ ഉപ്പുതറി പോണ്ടായിരുന്നു. ആ, നോക്കിയൊരു വണ്ടി പോകണ്ട പോയി. ഇപ്പം നമുക്ക് മെല്ലാൻ അപ്പുറത്തൂടെ പോവാട്ടോ. നമുക്ക് നേരെ തന്നെ എന്തായാലും ഒരിക്കലും ചുറ്റിത്തിരിയാനുള്ള ആംബിയൻസ് ഇല്ല. ആംബിയൻസ് ആംബിയറോ ആ സംഭവം. ഇതായിരിക്കണോ നമ്മുടെ ഷിൽഡൻ അപ്പൂപ്പൻ തോക്കും പിടിച്ച് മൂപ്പരാട് സേഫ് സോണിൽ കയറിയിരിക്കുന്നുണ്ട്. നമ്മുടെ പള്ളി കേട്ടോ. നല്ല ചന്തല്ലേ കാണാൻ. നമ്മുടെ പള്ളിയുടെ അപ്പുറത്ത് കൂടെ പോയാൽ കുറേ നടക്കാനുണ്ടാവും. കാരണം കൊണ്ട് ഇപ്പുറത്ത് കൂടെ തന്നെ പോവാം, റോട്ടിൽ കൂടെ തന്നെ. അയ്യോ, പിന്നൊക്കെ ഇത് രാത്രിയിലൂടെ ലൈറ്റ് പിന്നെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ലൈറ്റിംഗ് ആണ്. ഇതുമല്ലുണ്ട്, അപ്പത്തേമലൊക്കെ ഉണ്ട്. രാത്രിയിലാണ് ഇത് കാണാനുണ്ട്. ഞങ്ങൾക്ക് ഈവനിങ് കൂടി ലൈറ്റ് ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പള്ളി. അയ്യോ, ഇതൊക്കെ നേരെ വന്നിട്ടില്ല. കണ്ടോ, ഇതിൻ്റെ താഴ്ച കാണണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരട്ടെ എത്രത്തോളം താഴ്ചയിലുണ്ടെന്ന് നോക്കൂട്ടോ. കണ്ടോ, എൻ്റെ കയ്യിൽ ഇത്രത്തോളം വരെയെങ്കിലും ഉണ്ട്. ഞാൻ ഇവിടെ ഒന്ന് തുറക്കട്ടെ.
ഉപ്പ് വിതറി പോണത് കണ്ട. ഇതിന്ന് രാവിലെ തൊട്ടിട്ടേ റൗണ്ട് അടിക്കുന്നുണ്ട് ഇങ്ങനെ ചുറ്റും സ്പ്രെഡ് ചെയ്യണം. അവിടുന്ന് പോകാനേ തോന്നുന്നില്ല കേട്ടോ. പക്ഷേ കണ്ടോ ഇവിടെ താഴ്ചയിലുണ്ട്. മൊത്തം മഞ്ഞ് പിടിച്ച് പള്ളിയുടെ ഇപ്പുറത്തെ ഭാഗത്ത് എടുക്കുമ്പോൾ പള്ളി കാണുന്നുണ്ടോ? അത് കഴിഞ്ഞില്ലേ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ ഞാൻ നേരത്തെ വന്നത്. അങ്ങനെ ഞാനെൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. വൈറ്റമിൻ ഡി ടാബ്ലറ്റ് മേടിക്കണമായിരുന്നു. ഇനിയിപ്പോൾ വെയിലില്ലല്ലോ. ഇപ്പോൾ ടാബ്ലറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി മെല്ലാനെ വിടത്തിട്ടുണ്ട്. പള്ളി കാണുന്നു. പള്ളി ഇതിപ്പോൾ ശീതം താഴ്ച ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിട്ടോ. ഇവിടെ ഒരു പബ്ബുണ്ട്. അവിടെ പള്ളി കണ്ടോ. വൈറ്റമിൻ ഡി ടാബ്ലറ്റ് ഇനി ഇതില്ലാണ്ട് പറ്റില്ല. മുന്നേ തന്നെ മേടിച്ച് വെക്കണമായിരുന്നു. വെച്ചില്ല. പക്ഷേ ഇതാണ് വേണ്ടത്. എന്താ ഇവിടെ ലൈറ്റ് ഇട്ടടിച്ച് കൊടുക്കുന്നുണ്ടല്ലേ? ഇവിടെ വീട്ടുകാരിട്ടിട്ടുള്ളതാണ്. കാണാനുണ്ടോ അവിടെ ലൈറ്റ്? ഇങ്ങനെ കാണാനുണ്ടോ നിങ്ങൾ? വീട്ടുകാർക്കുള്ള കാണാനും തോന്നില്ല. വീട്ടുകാർക്കല്ല. ഇതാ ഞാൻ പറഞ്ഞത്. ഇതുപോലെ ലൈറ്റും ഒക്കെ ഇടുന്നു. രാത്രിയിലാണ് ഇടാറ്. ഇന്ന് ഒരു മഞ്ഞ് വേണ്ട പൊട്ടതാൻ തോന്നുന്നു. ഒയ്യോ ഇതിവിടെ വീണ്ടും ഉണ്ട് ഗൈസ്. കേട്ടോ ഇവിടേക്കൊന്നും ആരും എത്തിയിട്ടില്ല പറക്കാൻ. ഇത് ആക്കാനായിട്ട് ഇതൊന്നും കാണുമ്പോൾ എനിക്ക് വീട്ടിൽ പോകാനും തോന്നുന്നില്ല. പിന്നെ തണുത്തിട്ടാന്ന് വെച്ചാൽ വയ്യാണ്ടുമായി. കേട്ടോ അയ്യോ. അതെ എൻ്റെ ക്യാമറ അല്ല എൻ്റെ ഇതിൻ്റെ ചാർജ് കഴിഞ്ഞേ. അപ്പോൾ എനിക്ക് മഞ്ഞുള്ളതുകൊണ്ട് ഇരുട്ടായിട്ടാണ് നിൽക്കണു അല്ലേ. മെല്ലാനെ കുഴപ്പമോ ഞാൻ വീഴാതും പറയാൻ പറ്റില്ല. ഞാൻ വീണ എൻ്റെ കുപ്പിയടക്കം പൊട്ടും. അങ്ങനെ അതേ സ്നോ വെക്കിങ് കഴിഞ്ഞപ്പോൾ ഞാനും അപ്പുണിയും നെക്സ്റ്റ് ഇറങ്ങി കൊടുക്കുകയാണ് സ്നോമാനെ ഉണ്ടാക്കാൻ. വണ്ടിമലത്തൊക്കെ കളയാം. അപ്പോ സോറി. ഫണ്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. തൊപ്പി വേണം തണുക്കില്ല. അമ്മ വെച്ചിട്ടുള്ള നോക്കി തൊപ്പി. എങ്ങനെയാ നടക്കേണ്ടത്? ഇങ്ങനെ കൈ വേണ്ട വേണ്ട അന്നല്ല പൊടി വേണ്ടടാ. നമുക്ക് വീടിനകത്ത് ഒരുമിച്ച് വീഴാടാ. ഞാനും ആ പുണ്ണി വീണ്ടും ഇറങ്ങിയെടുക്കാണ് കേട്ടാ. അല്ല പുണ്ണിയെ ഉള്ളത് സ്നോമാൻ ഉണ്ടാക്കാനാണേ. ഞങ്ങളുടെ ക്യാരറ്റൊക്കെ കൈ പിടിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം പോന്നിട്ടുള്ളത്. ഇറ്റ്സ് ടു ഈസി ടു അപ്പുണ്ണി ഇപ്പോഴാണ് കേട്ടോ അപ്പുണ്ണിന്റെ പാർക്കിന്റെ അവിടുത്തെ ചന്തം കാണണത്. വഴുക്കും സ്ലോലി. അമ്മയ്ക്ക് സ്ലോ പോവാണ് കാരണം എന്റെ പോലത്തെ അതുപോലത്തെ ഷൂ അല്ലേ? ശരി അമ്മ നോക്കട്ടെ. അമ്മയുടെ എങ്ങനത്തെ? അതിങ്ങനെ ഫ്ലാറ്റാണത്. എൻ്റെ ഗ്രിപ്പാണ് ടിഷ്യൂ പോലത്തെ. അമ്മയ്ക്ക് ആ പുണ്ണിനെ പോലത്തെ ഷൂ മേടിച്ചു തരും അമ്മയ്ക്ക്. താങ്ക് യു. എൻ്റെ പണി തരില്ല. ഓ എന്താടാ ഇപ്പോഴും പിള്ളേരുടെ ഹോളി കളിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ അമ്മ വരുമ്പോൾ ഇതുപോലെ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു.
ഫൈനലി നമ്മൾ പാർക്കിൽ എത്തിയിരിക്കുന്നു. അപ്പുണ്ണിത് ലാസ്റ്റ് എൻ്റെ കൈ വിട്ടിട്ട് അപ്പുണ്ണി നടക്കായിട്ടാ. ശരിക്കുള്ള സ്നോ കണ്ടപ്പോൾ നോ പൂ അമ്മ ഫൈൻ താങ്ക് യു. ഞാൻ മെല്ലനല്ലേ നടക്കണുള്ളൂ. എറിയണല്ലേ? ടയേർഡായി. കൊള്ളാലോ. അങ്ങോട്ട് കള്ള. അവിടുന്ന് അവിടെ വലിയ സന്തോഷത്തിൽ ഓടല്ലേ. മെല്ലനെ മതിട്ട പുണ്യ. പിന്നെ വീണാലും പുൽമൈതാനമാണ്. കണ്ട ഒരു ലേഡി കുട്ടീനെയും കൊണ്ട് ഓടി വരുന്നുണ്ട് അവിടെ നിന്ന്. പുണ്ണീൻ്റെ വഴിയെ തന്നെ കാല് വെച്ച് ഞാനും പോട്ടെ. പുണ്ണി അവിടെ എത്തി. ഇത് രാവിലെ വന്ന സ്ഥലമാണ് കേട്ടോ. രാവിലെ ഞാൻ വന്നത് ഈ വഴിയാണേ. ഇപ്പോൾ വന്നത് ഇപ്പുറത്തെ വഴി. രാവിലെ വരുമ്പോൾ ഞാനിത് നേരത്തെ കാണിച്ചത് ഓർമ്മയുണ്ടോ? ആ ഒരു മരത്തുമ്പോൾ മാത്രം മലകളുണ്ട്, ബാക്കിയുള്ളടത്തൊന്നും മലകളില്ല എന്ന് പറഞ്ഞിട്ട് കാണിച്ചത് അത്. അപ്പോൾ അത് ഐസൊക്കെ കൊടുത്ത ഐസൊക്കെ ഒലിച്ചൊലിച്ചൊലിച്ചൊലിച്ച് പോയി. ഇവിടെ ഇത്തിരിയും കൂടിയും സ്ലിപ്പറിയാ. ചുറ്റോട് ചുറ്റും മഞ്ഞ്. നോ ഡോണ്ട് 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 നോ ഡോണ്ട് ഡോണ്ട്. You can run away from the അങ്ങോട്ടേക്ക് 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 അങ്ങോട്ടേക്ക്. അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. ടീ പോകാൻ നോക്കട്ടെ കേട്ടാ. എനിക്ക് തീരെ മുറ്റാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, സീ യു ലേറ്റർ.